CPM നേതാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇതിപ്പോൾ കഴിഞ്ഞ പൂരം വളരെ മനോഹരമായി അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതുണ്ട്. പക്ഷേ അന്നുണ്ടായ വീഴ്ചകൾ അത് കൃത്യമായി പരിശോധിക്കപ്പെടും എന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. DGPയുടെ റിപ്പോർട്ടിൽ MR അജിത് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത്. അടുത്ത DGP ആരെ എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരം കണ്ടെത്താനിരിക്കെയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് വരികയും ചെയ്യുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ് വരാൻ പോകുന്നത്. എങ്ങനെയാണ് സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പ് വർഷത്തില് തൃശൂർ പൂരത്തെ പ്രതിസന്ധിയിലാക്കാൻ സംഘപരിവാരവും UDF-ഉം ഒരുമിച്ച് പരിശ്രമിച്ചു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതിലൊരു ഭാഗം എന്ന് പറയുന്നത് പൂരത്തെ പ്രതിസന്ധിയിലാക്കാൻ ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പുറത്ത് അതിനെ മുതലെടുക്കാൻ വേണ്ടി BJPയുടെ സ്ഥാനാർത്ഥിയും തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, തെറ്റായ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന വസ്തുതകളൊക്കെ ഇപ്പൊ നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. പക്ഷെ പോലീസ് സേനയുടെ ഭാഗത്ത് എന്തെങ്കിലും മനഃപൂർവ്വമായ കൃത്യത്തിലൊക്കെ ഉണ്ടായതായി യാതൊരു വിവരങ്ങളും ഇപ്പോൾ പോലീസ് സേനയ്ക്ക് മുമ്പിലില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇതേ DGP തന്നെ ADGPയെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. റിപ്പോർട്ട് കൊടുത്ത ഘട്ടത്തിൽ ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തലേദിവസം അവിടെ എത്തിയ ADGP പ്രതികരിച്ചതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയ്ക്ക് DGP തന്നെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം കൂടി അന്വേഷിച്ച് വിവരങ്ങൾ ഹാജരാക്കൂ എന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും DGPക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിശകുകൾ ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുണ്ട് എന്ന് കണ്ടെത്താനായാൽ അതിന് കൃത്യമായ നടപടി കേരള സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ എപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും DGPയുടെ റിപ്പോർട്ടിൽ എന്താണ് നടപടിയെന്ന് നമുക്ക് കണ്ടറിയാം.